ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഇരുന്നു കൊണ്ടുള്ള വ്ളോഗിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്, ഈ റൊമേനിയയിലേക്ക് അൺസ്കിൽഡ് വർക്കിലേക്ക് കുറേ ഏജൻസീസ് ഹയർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, നമ്മളെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇൻസ്റ്റഗ്രാം റൊമേനിയൻ മല്ലൂസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, യൂട്യൂബ് ചാനലിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, റൊമേനിയയായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെടുത്ത് ചോദിക്കാം. അതിനകത്ത് ഞങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. കമൻസിന് ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പറയാനുള്ളത്, ഈ ഡെലിവറി ജോബ്സാണ് കൂടുതലും മെയിനായിട്ട് അൺസ്കിൽഡ് കാറ്റഗറിയിൽ പെടുന്നത്. ഡെലിവറി ജോബ്സ് ആണ് ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല വശങ്ങളും ഡിമെറിറ്റ്സും ആണ് പറയുന്നത്. കാരണം ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന, ഏജൻസി പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ഓരോ രാജ്യത്തേക്ക് കയറി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ റൊമേനിയയിലെ ഡെലിവറി ജോബിന്റെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദയവേദി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കുക. കാരണം പലരും ഫുൾ വീഡിയോ കാണാതെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, എല്ലാ വീഡിയോസും കാണാതെ. കാരണം അതിനകത്ത് എല്ലാ വീഡിയോസും നമ്മൾ കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അത് ഫുള്ള് കാണാത്തതുകൊണ്ട് എന്താണ്, അതിന്റെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാതെ നമ്മളടുത്ത് വന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത്, നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യും എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വേണ്ടത് ഇവിടെ എന്ത് ത്രൂ ആണ് ഡെലിവറി ചെയ്യുന്നത്, പിന്നെ കമ്പനീൻ്റെ കമ്മീഷൻ എത്രയാണ്, പിന്നെ അത് മാത്രമല്ല അക്കോമഡേഷൻ ഡെലിവറി ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഫുഡിന്റെ അവസ്ഥ എന്താണ്, ടാക്സ് എത്രയാണ് പോകുന്നത്, പിന്നെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്, ഒരു ദിവസം നമ്മൾ എത്ര പണിയെടുക്കണം, എത്ര രൂപയ്ക്ക് പണിയെടുക്കണം, മൊത്തത്തിൽ എത്ര പൈസ മിനിമം നമുക്ക് നാട്ടിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പെൻസ് ആണ്. 8 മണിക്കൂർ വർക്ക് ചെയ്താലും 12 മണിക്കൂർ വർക്ക് ചെയ്താലും എത്ര പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റിലേക്ക് പറയും. കാരണം ഓരോന്നായിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് കാര്യം, നമ്മൾ ഡെലിവറി ജോബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ. നമ്മുടെ നാട്ടിൽ ബൈക്കിലാണ് ചെയ്യുന്നത്, ബൈക്ക് അല്ലേ, എല്ലാവർക്കും സ്വന്തമായിട്ട് ബൈക്കുള്ളതുകൊണ്ട് നമ്മൾ റെന്റിനെ പറ്റി ചിന്തിക്കാറില്ല നമ്മുടെ നാട്ടിലാകുമ്പോൾ. അല്ലെങ്കിൽ സൈക്കിൾ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. നമ്മുടെ സ്വന്തം ബൈക്കും ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ബൈക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് റെന്റിന് എടുക്കേണ്ടി വരും. ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇലക്ട്രിക് സ്കൂട്ടർ എന്താണ് എന്നുള്ളത് സൈഡിൽ കാണിച്ചു തരാം. ഇലക്ട്രിക് സ്കൂട്ടർ, സൈക്കിള്, നമ്മൾ നോർമൽ സൈക്കിളില്ലേ, ആ സൈക്കിളിലൊക്കെ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട്. കാറിലൊന്നും അങ്ങനെ ചെയ്യാറില്ല ഇവിടുത്തെ ആൾക്കാരല്ലാതെ. പിന്നെ ഇവിടുത്തെ ലൈസൻസ് ഒക്കെ കിട്ടി ഒന്ന് സെറ്റ് ആവാതെ നമുക്ക് കാറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇന്ത്യൻ ലൈസൻസ് ഇങ്ങോട്ടേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതിന് റെന്റ് ഉണ്ടാവുമല്ലോ. നമുക്ക് കമ്പനി ഒരിക്കലും ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ റെന്റിന് എടുത്തിട്ട് അവർ സംഭവം സെറ്റാക്കി തരും, പക്ഷെ നമ്മളാണ് റെന്റ് അടക്കേണ്ടത്. അപ്പോൾ ഒരു വീക്കിലാണ് പേയ്മെന്റ് വരുന്നത്. ഒരു വീക്കിൽ റെന്റ് മാത്രം പോകുന്നത് 350 ലേ മുതൽ 380 ലേ വരെയാണ്. അതിന്റെ ഇന്ത്യൻ റുപ്പി എത്രയാണെന്നുള്ളത് ഞങ്ങൾ സൈഡിൽ കൊടുത്തേക്കാം. അത് ഇലക്ട്രിക്കിന്റെ ആണ് പറഞ്ഞത്. സൈക്കിളിൽ ചെയ്യുകയാണെങ്കിൽ ഇത്ര വരുന്നില്ല, ഇത്ര റെന്റ് വരില്ല. പക്ഷെ സൈക്കിൾ കുറച്ച് റിസ്ക് ആണ്, അറിയാലോ. ഒരു ദിവസം 12 മണിക്കൂർ സൈക്കിളിൽ ചവിട്ടി പോവാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് തന്നെ പെട്രോളിൽ ഓടുന്ന സ്കൂട്ടേഴ്സ് ഉണ്ട്, അതാണെങ്കിൽ കുറച്ച് റെന്റ് കുറയും എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. 350 ഒന്നും വരില്ല, കുറച്ച് കുറയും, കുറച്ച് അത്ര ഡിഫറൻസ് ഒന്നും വരില്ല, കുറച്ചൊരു മാറ്റം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, അക്കോമഡേഷൻ. നമുക്ക് എല്ലാ ഏജൻസീസും, ഇപ്പോൾ ഒരു ഏജൻസീൻ്റെത് ഡെലിവറി ജോബിൻ്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവർ അതിനകത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡഡ്, പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ പ്രൊവൈഡഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഒരിക്കലും ഒരു കമ്പനി അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് തരില്ല. എല്ലാം പ്രൊവൈഡ് ചെയ്യും, പക്ഷേ അതിനുള്ള പൈസ അവർ റെന്റ് നമ്മളുടെ സാലറിയിൽ നിന്ന് പിടിച്ചോളും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അക്കോമഡേഷൻ ആണെങ്കിൽ ഒരു കമ്പനി കട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു 650 മുതൽ 700 ലേ വരെയാണ്. അത് ഒരിക്കലും കൂടുതലാണ് നമ്മൾ പറയില്ല, കാരണം അത് മന്ത്ലിയാണ്. അത് മന്ത്ലിയാണ്. ഒരു മാസം 600 മുതൽ 700 ലേ വരെയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഡെലിവറി ജോബ്സ് ഒക്കെ ചെയ്യുന്നത് ടൗൺ ഏരിയയിലായിരിക്കും, മെയിൻ സിറ്റീസിലായിരിക്കും. അവിടെ നല്ല റെന്റാണ്. ഒരു റൂമിന് അപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റെന്റ്. അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് അറിയുന്ന ഒരു ചേട്ടൻ ഡെലിവറി ചെയ്യുന്നുണ്ട്, മീൻസ് ഇവിടെ ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ചെയ്യുന്നത് 3 പേരുള്ളൊരു റൂമാണ്. അവർക്ക് ഒരാൾക്ക് ഒരു 3 പേരുള്ള ടീമാണ് ഒരു റൂമിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരാളുടെ 600 ലേ അല്ലെങ്കിൽ 700 ലേ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡീസന്റ് പ്രൈസ് തന്നെയാണ്. അത് നമുക്കത് കുറ്റം ഇത്രയും പൈസയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. സിറ്റിയിലൊക്കെ റൂം കിട്ടുക വെച്ചാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഡെലിവറി ആകുമ്പോൾ നമുക്ക് ടൗണിൽ തന്നെ വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ ഉണ്ടാവും. അപ്പോൾ 600 to 700 ലേ. നിങ്ങൾ ഇത് വേണമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കാൽക്കുലേറ്റ് ചെയ്തോ കേട്ടോ, നമ്മൾ സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കാം.
പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ്, റൊമേനിയയിൽ ടാക്സ് ഉണ്ട് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ടാക്സ് വരുന്നത് 1600 മുതൽ 1700 ലേ വരെ ടാക്സ് കട്ടാവും, മന്ത്ലി ടാക്സ് കട്ടാവും. പിന്നെ ഈ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ? കമ്പനി 10% to 12% ഇവരുടെ കമ്മീഷൻ പിടിക്കും. അത് മാസത്തിലാണ് കേട്ടോ, മന്ത്ലി ആണ്. ഇപ്പൊ 10,000 ലേക്കാണ് ഒരാൾ, ഇപ്പൊ ഞാനാണ് ഇവിടെ ഡെലിവറി ചെയ്യുന്നതെങ്കിൽ ഞാൻ 10,000 ലേക്ക് ഒരു മാസം ചെയ്തു. അതിനകത്ത് അവര് 10% 1,000 വരെ കമ്പനി കമ്മീഷൻ എടുക്കും. അത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ അന്വേഷിച്ചാൽ അത് ഏറ്റവും കുറവാണ്. കാരണം അവർക്ക് അവരുടെ എക്സ്പെൻസസ്, HR കുറെ സ്റ്റാഫും കാര്യങ്ങളും ഉണ്ടാവില്ല, അവർക്കൊക്കെ കൊടുക്കണ്ടേ. അത് പിന്നെ അത് ഡിപ്പെൻസ് ആണ്, അത് അവരുടെ കാര്യമാണ്. അപ്പോൾ കമ്മീഷൻ എത്രയാണ്? 10 to 12% ആണ് കമ്പനി പിടിക്കുന്നത്. അപ്പോൾ ഇത്രയെല്ലാം നമുക്ക് ഒരു മാസം ചെലവുണ്ട്. ഒരു മാസം അതിനകത്ത് സ്കൂട്ടറിന് ഒരാഴ്ചയാണ്, ആഴ്ചയിലാണ് കണക്ക് വരുന്നത്, റെന്റ് വരുന്നത് 7 ഡേയ്സിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു മാസം നമുക്ക് ഇവിടെ ഡെലിവറി ജോബ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഉള്ള ചെലവ്, ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഡെലിവറി ജോബ് ചെയ്യാൻ ഇവിടുത്തെ ചെലവ് എന്ന് പറയുന്നത് 4500 ലേ ആണ്. ഒരു മാസം തട്ടിമുട്ടി പോകണമെങ്കിൽ നമുക്ക് 4500 ലേ ഇവിടെ ഡെലിവറി ജോബ് ചെലവുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാട്ടോ, അത് ഡിപ്പെൻസ് ആണ് കമ്പനിയുടെ. അപ്പോൾ 4500 ലേ ആണ് ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര പണിയെടുക്കണം എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ദിവസം നമ്മൾ മിനിമം 160 ലേക്ക് പണിയെടുത്ത മീൻസ് ഓർഡേഴ്സ് എടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് എക്സ്പെൻസ് കവർ ആവുള്ളൂ. എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുക 160 ലേ നമ്മൾ ഒരു ദിവസം പണിയെടുക്കണം. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ 28 ഡേയ്സ് ആണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 28 ഡേയ്സ് വർക്ക് ചെയ്തില്ലെങ്കിൽ, ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ റെന്റ് കൊടുക്കണം, വണ്ടീൻ്റെ റെന്റ് കൊടുക്കണം, എല്ലാം നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അത് മൊത്തം 160 ലേ, ഇന്നിപ്പോൾ 160 ലേക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ നാളെ അതും കൂടെ ചേർത്ത് 320 ലേക്ക് പണിയെടുക്കണം. എന്നാലാണ് നമ്മുടെ ചെലവ് കഴിയും. അപ്പോൾ ഈ 160ന്റെ മേലെ വരുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ്, നമ്മളുടെ സേവിങ്സ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങള് പിന്നെ ഇങ്ങനെ ചോദിച്ച സമയത്ത് നമുക്ക് അറിയാൻ പറ്റിയത് 8 മണിക്കൂർ പണിയെടുക്കുന്ന ആൾക്കാരും ഉണ്ട്, 12 to 13 മണിക്കൂർ കണ്ടിന്യൂസ് പണിയെടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ ഡെലിവറി ജോബിന് വരുന്നത്. അപ്പോൾ അവർക്ക് സാലറിയിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു മാസം ഒരു 1600 ലേ ഒക്കെയാണ് മിച്ചം വെക്കാൻ പറ്റുന്നത് സേവിങ്സ് ആയിട്ട്. അതായത് ഡെലിവറി ചെയ്തിട്ട് ഉള്ളത് മിച്ചം നമുക്ക് സേവിങ്സ് ആയിട്ട് ഒരു 1600 1700 ലേ ഒക്കെ നമുക്ക് 8 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ 12-13 വർക്ക് ചെയ്യുന്ന ആൾക്കാർ, 13 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 3000 ലേ മുതൽ 3500 ലേ, അതായത് 600 യൂറോ മറ്റേ മിനിമം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 600 യൂറോ, 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്ക് 600 യൂറോ മുതൽ 12 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 1200 യൂറോ വരെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ഡെലിവറി ആണ്, നമ്മളുടെ സേവിങ്സ് ഡിപ്പെൻസ് ഓൺ ഡെലിവറി ആണ്. അപ്പോൾ ഡെലിവറി പിന്നെയുള്ള ചോദ്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി കിട്ടുമോ, ഓർഡേഴ്സ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അത് സീസൺ അനുസരിച്ചാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്തത് സീസൺ അനുസരിച്ച് എങ്ങനെയാണ് ഡെലിവറി. വിന്റർ സീസണും ഉണ്ട്, സമ്മർ സീസണും ഉണ്ട്. ഇതിനകത്ത് വിന്റർ സീസണാണ് പീക്ക് ടൈം എന്ന് പറയുന്നത്. പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ വിന്റർ സീസണിൽ ഇവിടെ ആൾക്കാരും തണുപ്പായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയൊന്നും ഇരിക്കില്ല, പുറത്തിറങ്ങി പോയി ഫുഡൊന്നും കഴിക്കാനുള്ള ഒരു ഇതായിരിക്കില്ല ഇവിടുത്തെ ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാർക്ക് തണുപ്പ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, നമുക്കും പ്രശ്നമാണല്ലോ. അപ്പോൾ തണുപ്പിൽ പോയിട്ട് ഫുഡൊന്നും കഴിക്കില്ല. ആ സമയത്ത് നമുക്ക് ഓർഡേഴ്സ് കുറേ ഉണ്ടാവും. ആ സമയത്ത് നല്ല കൂടുതലായിരിക്കും. നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മളുടെ ഡെലിവറി ചാർജും കൂടും. അതായത് ഒരു മഴ ഉണ്ടെങ്കിൽ ഡെലിവറി ചാർജ് കൂടും. പിന്നെ അതുപോലെ അതായത് നമ്മളിപ്പോൾ ഒരു ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റ്, നമുക്ക് ഇറങ്ങി പോകാൻ പറ്റാത്തൊരു ക്ലൈമറ്റ് ഒക്കെയാണ് നമുക്ക് അത് നാട്ടിലുണ്ട്. മഴയത്ത് ഡെലിവറി ചെയ്യുന്ന ആൾക്കാർക്ക് ഡെലിവറി ഫീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ വിന്റർ സീസൺ ആണ് ഇവിടെ പീക്ക് ടൈം. നിങ്ങൾ വിന്റർ സീസൺ പീക്ക് ടൈം. സമ്മർ സീസണിലാണ് ഓർഡേഴ്സ് ഉണ്ടാവില്ല. കാരണം സമ്മർ സീസണിൽ ഇവിടുത്തെ ലോക്കൽസും കൂടെ ജോബിന് ഇറങ്ങും, പണിക്ക് ഇറങ്ങും പാർട്ട് ടൈം ആയിട്ട്. പിന്നെ എല്ലാവരും പുറത്തിറങ്ങി ഫുഡ് കഴിക്കുന്ന ഒരു ടൈം ആവും. അങ്ങനെ ഒരു ഏപ്രിൽ മുതൽ ഒരു ഒക്ടോബർ വരെ ഒക്കെ എല്ലാവരും പുറത്തിറങ്ങി. കാരണം രാത്രി 9 മണി വരെ വെളിച്ചം ഉണ്ടാവും, ചൂടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് സമ്മർ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ ഇവർ പുറത്തിറങ്ങി ഫുഡ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സമയത്ത് ആൾക്കാർ പുറത്തിറങ്ങുക മാത്രമല്ല അതേപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽസ് പണിക്ക് വരികയും ചെയ്യും. അതായത് പാർട്ട് ടൈം ആയിട്ടൊക്കെ വിന്റർ സീസണിൽ ഇവർ അധികം പണിക്ക് അധികം ആൾക്കാർ. ഇനി നിങ്ങൾ വിചാരിക്കും ഓക്കെ വിന്റർ സീസണിൽ ഞാൻ നല്ലോണം പണിയെടുക്കാം, ആ ഒരു 3-4 മാസം പണിയെടുത്താൽ അതൊരു വലിയൊരു പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ വിന്റർ സീസൺ അത്ര ഈസി അല്ല. നമ്മൾ അത്ര വിചാരിക്കുന്ന പോലെ ഈസി ഗോയിങ് അല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സ്കൂട്ടറിലായാലും നമ്മൾ ഫുൾ കവർ ചെയ്തിട്ട്, കാരണം നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ട് കുറച്ച് പേര് പറ്റുന്നില്ല ബ്രോ, എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഷ്ടമാണത്. കാരണം
ഈ 12 മണിക്കൂർ നമ്മൾ തണുപ്പിലായിരിക്കും. മിനിമം ഒരു -10 -12 റേഞ്ചിലൊക്കെ ആയിരിക്കും തണുപ്പുണ്ടാവുക. മഞ്ഞായിരിക്കും, ഐസായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ 12 മണിക്കൂറും ഡെയിലി പുറത്ത് നിന്ന് ജോലി ചെയ്യണ്ടേ, ബൈക്കിൽ ഇങ്ങനെ പോകണം. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നോക്കാണ്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പൈസ ഉണ്ടാക്കാം. അപ്പോൾ വിന്റർ സീസൺ ഫുഡിന്റെ ടിപ്പും പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനകത്തൊന്നും ഞാൻ ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഫുഡിന്റെ എക്സ്പെൻസ് കമ്പനി തരില്ല കേട്ടോ. ബാക്കിയുള്ള നമുക്കിവിടെ മീൽ ടിക്കറ്റ് കിട്ടുന്ന പോലെ ഇവർ അങ്ങനെ ഫുഡ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യില്ല. അത് നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ടിപ്സ് കിട്ടും. ഒരു ദിവസം ഒരു 50 ലേയൊക്കെ ടിപ്സ് കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുഡിന്റെ ചെലവ് അതിനകത്ത് അങ്ങോട്ട് പോകും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചോദിച്ചപ്പോൾ ഈ ഫുഡിന്റെ നമുക്ക് ടിപ്സ് കിട്ടുന്നതിന്റെ അകത്ത് വരെ നമ്മൾ നാട്ടിലേക്ക് പൈസ അയക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ടിപ്പ് നമുക്ക് കയ്യിലാണ് തരുന്നത്. ഡെലിവറി ചെയ്യുമ്പോൾ ഒരു റൊമാനിക്കാരൊക്കെ ഒരു 5 10 കൊടുക്കും ആൾക്കാർക്ക്. അപ്പോൾ ഒരു 10 ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ 50 വെച്ചാൽ ഓൾമോസ്റ്റ് 1000 ആയി നാട്ടിലെ. അപ്പോൾ അത് നാട്ടിലേക്ക് അയക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതിന്റെ പുറമെ നമ്മൾക്ക് സേവിങ്സിന്റെ പുറമെ ഈ ടിപ്സ് കിട്ടുന്നതും കുറച്ച് സേവ് ചെയ്തിട്ട് അയക്കുന്ന ആൾക്കാരുണ്ട്. ജീവിച്ചാൽ ചെലവ് കുറച്ച് ജീവിച്ചാൽ ആ പൈസ കൂടെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫുഡിന്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ഈ ബോണസ് പരിപാടികളുണ്ട്. അത് ഗ്ലോവോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ മാത്രമാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേൾക്കുന്നത്. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ ഒരു പർട്ടിക്കുലർ മീൻസ് ഒരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റിന്റെ മേലെ നിങ്ങൾ ഈ ഡെലിവറി എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയോ പൈസ കിട്ടും. ഒരു ഫിക്സഡ് എമൗണ്ട്, എത്ര എനിക്കറിയില്ല, ബോണസ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ട്, ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 160 ലേങ്ങാനും ബോണസ് കിട്ടും. അതൊക്കെ നമ്മൾ അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. സമ്മർ സീസണിൽ മാക്സിമം ഒരു 500-600 യൂറോ വരെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഒരു 500 വിന്റേഴ്സ് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങി. വിന്റർ സീസണിൽ ആരും പുറത്തേക്ക് കാണൂല അങ്ങനെ. അപ്പോൾ ഈ 500 യൂറോ 600 യൂറോ ആണ് സമ്മർ സീസണിൽ നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അധികം അങ്ങോട്ട് സേവ് ചെയ്യാൻ പറ്റില്ല. അത് ഡെലിവറി കിട്ടുന്ന പോലെ ആയിരിക്കും ഉണ്ടാവും, ഓടുന്നത് പോലെ. ചിലപ്പോൾ 13-14 മണിക്കൂർ ചിലപ്പോൾ ഓടേണ്ടി വരും. അത്രയും ഓർഡർ. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ഇപ്പോൾ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നെങ്കിൽ ആപ്പ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ മക്ഡൊണാൾഡ്സ്, KFC അവിടെ എവിടെയാണെങ്കിൽ അല്ലെ പിസ്സ, ബർഗർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അവൈലബിൾ ആയിട്ടിരിക്കണം. 12 മണിക്കൂർ 14 മണിക്കൂറാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ വേണം വണ്ടിയും കൊണ്ട്. അപ്പോഴാണ് നമുക്ക് ഓർഡർ വരുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓടാൻ പറ്റുള്ളൂ. ഈ തണുപ്പ് കാലത്തൊക്കെ നമ്മൾ 12 മണിക്കൂർ 13 മണിക്കൂർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുറത്തിരിക്കാനുള്ളൊരു മൈൻഡും കൂടെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുമല്ലോ, ഓക്കെ ഫൈൻ, സെറ്റപ്പ് ആണല്ലോ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ശരിയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞത് അത്യാവശ്യം മോശമില്ലാത്തൊരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിലും മോശം അവസ്ഥയിൽ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല കമ്പനി അല്ലെങ്കിൽ അവർ തൊട്ടേലും പിടിച്ചാലൊക്കെ കണക്കൊക്കെ തെറ്റിച്ചിട്ടായിരിക്കും ഇവർക്ക് എന്താ കമ്മീഷൻ പിടിക്കലും കാര്യങ്ങളും ഒക്കെ. നമുക്കറിയില്ല, നമ്മളിവിടെ വന്നതിന് ശേഷമാണ് പലരും അറിയുന്നത് നമ്മൾ പറ്റിക്കപ്പെട്ടു പോയി. ഇതിന്റെ ഓഫർ എന്തൊക്കെയാണ്, ഇതിന്റെ ഓഫർ ഒന്നും അറിയാണ്ട് കയറി വരുന്ന ആൾക്കാരുണ്ട്. ഡെലിവറി നല്ല സുഖമാണെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതൊന്നും ഒരിക്കലും അത് എല്ലാ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഈ ഡിപ്പെൻസ് ആണ്. പല കമ്പനീസും പല രീതിയിലായിരിക്കും. അത് മോശം അഭിപ്രായമുള്ള ഡെലിവറി കമ്പനി ഉണ്ട് കേട്ടോ. ഡെലിവറി ജോബ് ചെയ്യുന്ന പിള്ളേർ അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് പറ്റിപ്പാണ് എന്നുള്ള രീതിയിൽ. ഇത് തന്നെ 2 തരത്തിലുണ്ട്. കമ്മീഷൻ ബേസിലുണ്ട്, ഫിക്സഡ് സാലറി ഉണ്ട്. പക്ഷേ ഫിക്സഡ് സാലറി അവർ ചെയ്യല. കാരണം അവർ മിക്കവാറും ഫിക്സഡ് സാലറി അവർ കാരണം ഫിക്സഡ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഓർഡർ എടുത്താലും എടുത്തില്ലെങ്കിലും ഒരേ പൈസ. അങ്ങനെ വർക്ക് ചെയ്ത കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കമ്പനി അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം അവർക്ക് നഷ്ടമാണ്. പക്ഷെ നല്ല എമൗണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പെർ അവറിന് 320 ലേ വെച്ചാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 32 സോറി. അപ്പോൾ നല്ലൊരു എമൗണ്ട് ആണ്. പക്ഷെ അത് അവർക്ക് നഷ്ടമാണ്. ഡെലിവറി ചെയ്തില്ലെങ്കിൽ പറഞ്ഞു ഒരു 2 മാസം മാക്സിമം 3 മാസമൊക്കെയാണ് ഇങ്ങനെ ഒരു കമ്പനി ഒരു ഫിക്സഡ് സാലറി എന്നുള്ള രീതിയിൽ കൊടുക്കുള്ളൂ. അപ്പോൾ അല്ലാത്ത എല്ലാം കമ്മീഷൻ ബേസ്ഡ് ആണ്. കമ്മീഷൻ ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഫുഡ്, അക്കോമഡേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. എല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ അവർ സെറ്റാക്കി തരും. പക്ഷെ പൈസ നിങ്ങൾ കൊടുക്കണം. സ്കൂട്ടർ ആയാലും എല്ലാ കാര്യമായാലും പൈസ നമ്മൾ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 90,000 രൂപ ഇവിടെ ചിലവുണ്ട് നാട്ടിൽ ഒരു മാസത്തിൽ. അതിന് ശേഷമുള്ള പൈസയോട് നമുക്ക് സേവിങ്സ് ആയിട്ട് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അത് നിങ്ങൾ പണിയെടുക്കുന്നത് പോലെ ആയിരിക്കും. കുറച്ച് ഹെൽത്തി ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഓടി ഇതാക്കാൻ പറ്റും. കുറച്ച് കാരണം ഈ തണുപ്പത്തൊക്കെ പനി പിടിക്കാനും മഞ്ഞ് പിടിക്കാനും കൊള്ളൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വരിക.
അപ്പൊ ഇതാണ് ഡെലിവറി ജോബ്സിന്റെ സത്യാവസ്ഥകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, റൊമേനിയൻ മല്ലൂസ്. നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ തന്നെ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനകത്ത് നമ്മുടെ ചാനലിന്റെ ഇതിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ എന്തുണ്ടെങ്കിലും മെസ്സേജ് അയക്കുക. കാരണം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് അറിയുന്നില്ല പിന്നെ ഇങ്ങനെ നമുക്ക് പേജ് ഉണ്ട് എന്നുള്ളത്. കാരണം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ല, ഫോളോവേഴ്സ് ഒന്നും ഇല്ല. കാരണം ഞങ്ങൾ ഇത് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഡൗട്ട് ക്ലിയറൻസിന് മാത്രമാണ് ഇൻസ്റ്റാഗ്രാം വെച്ചേക്കുന്നത്. വല്ലപ്പോഴും ഒരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് റൊമേനിയയിലെ ഡെലിവറി ജോബിന്റെ സത്യാവസ്ഥ. അപ്പോൾ നോക്കിയിട്ട് വരിക ഗൈസ്, ടേക്ക് കെയർ. എല്ലാവരും നല്ല ഏജൻസികളൊക്കെ നോക്കി പറ്റിക്കപ്പെടാതെ വരിക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.